നമസ്കാരം. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിവിലേജ് നടപടികൾ ആരംഭിക്കാൻ സർക്കാർ സ്പീക്കർ ഓം ബിർളയോട് അഭ്യർത്ഥിക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ലോക്സഭയിലെ നടപടിക്രമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും അനുസരിച്ച് സഭയിൽ ഉന്നയിച്ച ക്ലെയിമുകളുടെ സാധുത നൽകാൻ സ്പീക്കർക്ക് ഒരംഗത്തോട് നിർദ്ദേശിക്കാനാകുമെന്നും ഇല്ലെങ്കിൽ വിഷയം പ്രത്യേക അവകാശ സമിതിയിലേക്ക് കൈമാറുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 15 അംഗങ്ങളാണ് പ്രിവിലേജ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. സഭയുടെ പ്രത്യേക അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പരിശോധിക്കലാണ് ഇതിന്റെ പ്രവർത്തനം. പ്രത്യേക അവകാശ ലംഘനം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓരോ കേസിന്റെയും വസ്തുതകളെ പരാമർശിച്ച് അത് നിർണ്ണയിക്കുകയും അതിന്റെ റിപ്പോർട്ടിൽ ഉചിതമായ ശുപാർശകൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ധർമ്മം. വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ നൽകി രാഹുൽ ഗാന്ധി തുടർച്ചയായി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇത്തരത്തിലൊരു നടപടിക്ക് ഭരണപക്ഷം കടക്കുന്നതെന്നാണ് സൂചന. നോട്ടീസ് അല്ലെങ്കിൽ അപ്പീൽ നൽകിയിട്ടുള്ള ചട്ടം അനുസരിച്ച് നടപടി തുടരും. ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സ്പീക്കർക്ക് ഏതെങ്കിലും ഒരംഗം സഭയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നും ഏത് സാഹചര്യത്തിലാണെന്നും വിശദീകരിക്കുന്ന വിശദാംശം നൽകാൻ രാഹുലിന് നിർദ്ദേശം നൽകും. ഒന്നുകിൽ രാഹുൽ തന്റെ പ്രസ്താവനകളെ സാധൂകരിക്കുകയോ ക്ഷമാപണം നടത്തുകയോ ചെയ്യണം, അല്ലെങ്കിൽ രാഹുലിനെതിരെ നടപടി ഉണ്ടായേക്കാമെന്നാണ് കിട്ടുന്ന സൂചന. എന്തായാലും നാക്കുപിഴയുടെ പേരിൽ രാഹുൽ പെടുമോ എന്നത് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.